Hello guys, welcome back to my YouTube channel. Back hello. Flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. But Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. But Calvo vibes come join the play. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വെല്ലിംഗ്ടൺ. ഇത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ക്ലാസിക് ആയിട്ടാണ്. ഉണ്ടാക്കാൻ വളരെ സുഖം, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പഠിക്കല്ലേ, പാറ്റിൻ്റെ പെടാം. ബീഫ് വെല്ലിംഗ്ടൺ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രിട്ടീഷ് ക്ലാസിക്കുകളിൽ ഒന്ന്. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈനികനായ ആർത്തർ വെല്ലസി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വിഭവം അറിയപ്പെടുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നേരത്തെ തന്നെ ഫ്രഞ്ച് വിഭവമായ ഫിലേഡി ബോഫൻ ക്രൂട്ട് നിന്ന് പ്രചോദനം കിട്ടിയത് എന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കയിലും ഈ പേര് കണ്ടുവന്നിരുന്നു. എന്നാൽ 1950-60കളിൽ ഫൈൻ ഡൈനിങ്ങിൻ്റെ താരമായി ലോകം മുഴുവൻ പ്രശസ്തമായി വെല്ലിംഗ്ടൺ. ഒറ്റവാക്കിൽ ഫ്രഞ്ച് പാചകകല, ബ്രിട്ടീഷ് അഭിമാനം, അമേരിക്കൻ സ്വാധീനം എല്ലാം ചേർന്നാണ് ഇന്നത്തെ ബീഫ് വെല്ലിംഗ്ടൺ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിനെടുത്ത് നല്ല അടിപൊളിയായിട്ട് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ അതേപോലെ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നമ്മൾ ഇവൻ്റെ എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് പാൻ ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ബീഫിൻ്റെ മുകളിൽ നമ്മൾ ഡീജോൻ്റെ മസ്റ്റാർഡ് ചേർക്കും. മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് മുകളിൽ നന്നായിട്ട് പുരട്ടും. എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലേവർ ബാലൻസ് ആയിട്ടാണ്. ബീഫ് വളരെ റിച്ചും ഫാറ്റും ആയത് കാരണം നമ്മൾ ഈ ഡീജോൻ്റെ മസ്റ്റാർഡ് ചേർക്കുമ്പോൾ ഇത് സ്ലൈറ്റ്ലി സ്പൈസി ടേസ്റ്റിൻ്റെ ബീഫിൻ്റെ ഹെവിനെസ് കട്ട് ചെയ്ത് രുചി ബാലൻസ്ഡ് ആക്കും. അതിനുശേഷം നമ്മൾ ഒരു ക്ലീൻ ഫിലിം എടുത്തിട്ട് അതിൽ മസ്റ്റാർഡ് ചേർത്ത് നമ്മുടെ ബീഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കും. അതെന്തിനു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റൗണ്ടായി വരാനാണ്. പിന്നെ നമ്മൾ എന്തിനു ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മഷ്റൂം ഡിക്സെല്ലയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒനിയൻ ഉണ്ടല്ലോ, നമ്മുടെ ചെറിയുള്ളി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റ് സാധനം, അതെടുക്കുക. അത് കുറച്ചെടുക്കുക. അത് നന്നായി കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായി നമ്മുടെ ഒനിയനും അതേപോലെ നമ്മുടെ മഷ്റൂമിനെയും നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വൈനും കൂടി ഉണ്ടെങ്കിൽ വൈന വിസ്കി എന്ത് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് പൂശുക. എന്നിട്ട് നന്നായിട്ട് പിന്നെ കുറച്ച് ഫ്രഷ് തൈം, ആവശ്യത്തിന് സോൾട്ട്. അതിന് ശേഷം നമ്മൾ എന്തിനു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് മസ്റ്റാർഡ് ചേർത്ത് നമ്മൾ റൗണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം പ്രൊഷിറ്റോ എന്ന് പറഞ്ഞ സാധനം ഇടും. അതിൻ്റെ മുകളിൽ ബീഫ് വെച്ച് മടക്കിയെടുക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഷിറ്റോ കാണുമ്പോൾ അത് ബേക്കണായിട്ട് തെറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രൊഷിറ്റോയും ബേക്കണും രണ്ടാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോർക്കിൻ്റെ ബെല്ലി ഫാറ്റ്, അതായത് നമ്മുടെ ബെല്ലി, അതിൽ നിന്നാണ് നമ്മൾ ബേക്കൺ ഉണ്ടാക്കുക. പക്ഷേ ഈ പ്രൊഷിറ്റോ എന്ന് പറയുന്നത് മാസങ്ങളോളം ഉണക്കി വെച്ചിട്ട് അത് നമ്മുടെ ഈ പോക്കിൻ്റെ കാലുണ്ടല്ലോ, പോർക്കിൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് മാസങ്ങളോളം ഉണക്കി വെച്ചിട്ട് അത് റോ ആയിട്ട് തന്നെ നമ്മൾ പെപ്പർ സോൾട്ട് ഇട്ടാണ് കഴിക്കുക. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ എന്തിനു ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ ഫിലിം എടുക്കണു, പിന്നെ നമ്മുടെ മഷ്റൂം ഡെക്സെല്ല ഉണ്ടല്ലോ അത് നമ്മളെടുത്ത് സൈഡിൽ വയ്ക്കണു. അതിനുശേഷം നമ്മുടെ പഫ് പേസ്റ്റ് എടുത്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മഷ്റൂം ഡെക്സെല്ല നമ്മളൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ബീഫ് കുട്ടനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കണു. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പഫ് പേസ്റ്റ് കൊണ്ട് നന്നായിട്ട് പൊതിയണു. നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കാണ്ട് ഈ ക്ലീൻ ഫിലിം വെച്ചിട്ട് തന്നെ പയ്യെ റോൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടും. അപ്പോൾ ക്ലീൻ ഫിലിം വെച്ചിട്ട് പതുക്കെ റൗണ്ടാക്കി ചെറിയ പ്രഷർ കൊടുത്തിട്ട് പതുക്കെ റോൾ ചെയ്തെടുക്കുക. ചെറുതായിട്ട് പ്രഷർ കൊടുക്കാം, എന്നിട്ടിങ്ങനെ റൗണ്ടാക്കി എടുക്കണം അവനെ.
എന്നിട്ട് നമ്മൾ എന്തിനു ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡുകളും ഉണ്ടല്ലോ, അത് നൈസായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ഷേപ്പ് വരും. എന്നിട്ടൊരു പഫ് പേസ്റ്റിൽ എടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ട് അത് നമ്മളൊരു മേളിലിടാൻ വേണ്ടിയിട്ടാണ് എടുക്കണേ. അപ്പോൾ ഒരു ചെറിയ ചെറിയ ഇട വിട്ടിട്ടുള്ള ലൈനുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവനെടുത്തിട്ട് നേരെ മേളിൽ വെച്ചിട്ട് ഇതൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയത്ത് നല്ല അടിപൊളി ലുക്കായിരിക്കും കാണാൻ. സെറ്റ് സാധനമായിരിക്കും അവൻ. നൈസായിട്ട് 4 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുകളിൽ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിനെടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ കിട്ടാനും നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആവാനാണ്. സെറ്റായിട്ട് വരും അവൻ. പൊളിയാവും, പൊളി. അതിനുശേഷം ഇവനെ എടുത്തിട്ട് നമ്മൾ നേരെ ഓവനിൽ വയ്ക്കും. ഏകദേശം 180 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ് കുക്ക് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 to 60 ആണ് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ബീഫ് വെല്ലിംഗ്ടൺ ഞാൻ റെസ്റ്റ് ചെയ്ത് ഏകദേശം 20 മിനിറ്റ് ഉണ്ടാകും. നമുക്ക് ഇവനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്യാം അല്ലേ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിലത്തെ ക്രിസ്പി ഉണ്ടല്ലോ, അതാദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്നിട്ട് ബീഫ് കട്ട് ചെയ്യാവോ, അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു കൂട്ടാ. ഓക്കെ, ജ്യൂസി ഉണ്ടാ, ജ്യൂസൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റയർ മീഡിയമാണ് എടുത്തത്. 54 to 57 ഡിഗ്രി മീഡിയം റയറിലാണ് ഇവനെ കുക്ക് ചെയ്തേക്കണേ. കണ്ടാ, സെറ്റായിട്ട് വന്നിട്ടുണ്ട് അവൻ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവനെ കട്ട് ചെയ്ത് പീസുകളാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ജ്യൂസി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ബീഫ് വെല്ലിംഗ്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Calvo is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, Calvo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. അപ്പോൾ ഇത് ടാസ്റ്റിംഗ് ടൈമാണ്. ടാസ്റ്റിംഗ് ടൈം ഗൈസ്. നമുക്ക് ടാസ്റ്റിങ്ങിനായിട്ട് മായ്സ് കൂടി ഉണ്ട്. മായ്സിനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റയർ മീഡിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സിറാച്ച സോസ് ഉണ്ട് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ കുറച്ച് തൈമ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നീ തന്നെ ടേസ്റ്റ് ചെയ്തോളൂ. ഇത് കഴിച്ചിട്ടുണ്ടോ ബീഫ് വെല്ലിംഗ്ടൺ? കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല ട്രൈ ചെയ്യണേ. എനിക്ക് അങ്ങനെ റയർ കുക്ക്ഡ് ഐറ്റംസ് അത്ര ഇഷ്ടമല്ല. ഓക്കെ. പിന്നെ ഇത് മീഡിയം കുക്ക്ഡ് ആയതുകൊണ്ട് ട്രൈ ചെയ്യും. പപ്സിൻ്റെ കൂടെ ബീഫ് വരുന്ന പോലെ ഇരിക്കും. പക്ഷെ ബീഫ് പപ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബീഫാണെങ്കിൽ ഏറ്റവും കൂടുതൽ. പപ്സ് പേസ്റ്റിൽ കുറച്ചല്ലേ ഉള്ളൂ. ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കടിക്ക് പറ്റില്ല. ആ, സോസ് വെച്ച് തന്നെ. ട്രൈ ചെയ്യണേ. ആ, ബീഫിൻ്റെ ടേസ്റ്റ് കയറിക്കണ്ട. വലിയ പീസ് കഴിച്ചുകൊണ്ട് കഴിയുമ്പോഴോ മഷ്റൂമിനേക്കാൾ കൂടുതൽ ബീഫിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ അറിയണം. മഷ്റൂം യൂഷ്വലി എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ല. പക്ഷെ ഇതിൽ മഷ്റൂമിൻ്റെ ഫ്ലേവറായിട്ട് ഭയങ്കര എടുത്തറിയില്ല. കൂടുതൽ ബീഫ് പക്ഷെ നല്ല ഫ്ലേവേർഡാണ്. കാണുമ്പോൾ നമ്മൾ റോ പോലെ ഫീൽ ചെയ്യാം. പക്ഷെ ടേസ്റ്റ് വൈസ് എല്ലാ ഫ്ലേവേഴ്സും നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മഷ്റൂമിൻ്റെ ഇതും ഇഷ്ടമായിട്ടോ.
അപ്പോൾ ഗൈസ് അടുത്ത് ഞാനൊന്ന് ട്രൈ ചെയ്യാം, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലൈം ഒക്കെ ഉണ്ട്. ലൈമാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പീസ് തന്നെ ട്രൈ ചെയ്യാം. ഗൈസ് നോക്കിയാൽ ഈ പീസാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. ഉണ്ടാ ജ്യൂസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ജ്യൂസ് തന്നെ ഉണ്ടാ. ഒരു ലെമൺ എടുത്തിട്ട് പീസായിട്ട് ഇങ്ങനെ ജ്യൂസ് ചെയ്തിട്ട് ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ വെച്ച ആ മഷ്റൂമിൻ്റെ സാധനമൊക്കെ ഉണ്ടാ, ഇതൊക്കെ ഉണ്ട്, തൈമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പെട്ട ചോക്കാം. ബീഫിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് വയലുള്ളിൽ മൊത്തം ഇങ്ങനെ നിറയണം. നമ്മൾ പാൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മുടെ കുരുമുളകും സോൾട്ടും ഇട്ടുണ്ടെന്നില്ലേ, ആ പോർഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ടൈം സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. വൈസ് നമ്മുടെ മെക്സിക്കൻ ബിയറാണ്, ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. റിയലി ഗുഡ്, റിയലി ഗുഡ് ഗൈസ്. ആക്ച്വലി ഞാൻ വളരെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്, കാരണം ഇതിൻ്റെ മുകളിൽ ഈ പപ്സ് പേസ്റ്ററി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അതായത് ഇത്ര വലിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. എന്താ ഇത് കാണുമ്പോൾ അത്ര ഫ്ലേവേർഡ് അല്ലാത്തൊരു ഐറ്റം പോലെ ഫീൽ ചെയ്യാം, പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ പക്കാ കളറിങ്ങും സെറ്റാട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് അല്ലേ. ഞാൻ വിചാരിച്ചു മീഡിയം കുക്ക്ഡ് ഭയങ്കര ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഇത് ആക്ച്വലി ഇത് വെന്തുണ്ട് നന്നായിട്ട്. ഇതിൻ്റെ ആണെങ്കിൽ 54 ആയിരുന്നു, 54 ഡിഗ്രി സെൽഷ്യസ് ടു 57 മീഡിയം ലെയറാണ്. കൊള്ളാം, സെറ്റ് സാധനം. ആ ജ്യൂസൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റി ഫ്രൈ ചെയ്യേണ്ടവർക്ക് ബെസ്റ്റാണ്, ബെസ്റ്റ് ഓപ്ഷനാണ്. ആക്ച്വലി ഓവൺ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നുള്ളൂ, വലിയ മെനക്കെടൊന്നുമില്ല ഇത്. ഓവർ സ്പൈസി ഒന്നുമല്ല, മീഡിയം സ്പൈസി ഉള്ളൂ. പിന്നെ നമ്മൾ വിദ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് മാത്രമായിട്ട് അങ്ങനെ കഴിച്ചു വളർന്ന ആൾക്കാരല്ലോ. നമ്മൾ മീറ്റ് സൈഡ് കഴിക്കും, എന്നിട്ട് ചോറ് കുറേ കഴിക്കും, അങ്ങനെയാണല്ലോ നമ്മൾ. പക്ഷേ ഈ ഐറ്റമൊക്കെ ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് കൂടുതൽ, മീറ്റാണ് കൂടുതൽ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറേ കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോഴേക്കും നമ്മൾ സ്റ്റൊമക്ക് ഫുള്ളായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഗുണം. അത്ര പ്രോട്ടീനും കയറുന്നുണ്ട്, പക്ഷേ കുറേ ഹെവി ആയിട്ട് കഴിക്കുന്നേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു പീസ് കഴിക്കുമ്പോൾ നമ്മുടെ ഫില്ലാവുകയും ചെയ്യും, പ്രോപ്പർ പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. അതെ, നല്ല കളിക്കുന്നതാ. മഷ്റൂമിന് ഇത് തീരെ ഇഷ്ടമല്ലോ, എന്നിട്ട് ഇത് ഇഷ്ടമായില്ല. നല്ല ഫ്ലേവർ ഉണ്ടാ. എനിക്ക് മഷ്റൂം വലിയ താല്പര്യമില്ല, പക്ഷെ ഇതിലാ മിക്സ് വന്നേക്കണത് നൈസായിട്ടുണ്ട്. ചിലപ്പോ വൈൻഡിയും എല്ലാത്തിനും കൂട്ടായിട്ട് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ബക്കാലോ വീണ്ടും വരും. ബക്കാലോ.
ബീഫ് വെല്ലിംഗ്ടൺ. ഇതേ വലിയ പീസായിട്ട്